എലത്തൂർ തീവെപ്പ് കേസിലെ പ്രതിയെ എത്രയും പെട്ടെന്ന് കേരളത്തിലെത്തിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അനിൽ കാന്ത് പറഞ്ഞു. The suspected accused in the Kozhikode train incident has been apprehended by the authorities. Right now he is in Ratnagiri. It was a combined effort by our SIT, which was constituted by us. The SIT had officers from the ATS also, and with the cooperation of central agencies and Maharashtra police, the suspected accused has been taken into custody, and he'll be brought back to Kerala. I am in touch with the Maharashtra DGP, and further details on his interrogation and all that, whatever is revealed, will be shared with the media at an appropriate time. Thank you. പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിന് കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് അഭിനന്ദനം അറിയിച്ചു. Heinous crime has been apprehended in Ratnagiri district of Maharashtra. I thank the government of Maharashtra, their police, RPF, and all the people connected with this, including NIA, who have been able to very rapidly, very quickly apprehend this person. Thanks. എലത്തൂർ ട്രെയിൻ ആക്രമണ കേസിൽ പ്രതിയെ 3 ദിവസത്തിനകം പിടികൂടിയ അന്വേഷണ സംഘത്തെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഭവം നടന്ന ഉടൻ തന്നെ കുറ്റക്കാരെ കണ്ടെത്താൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അന്വേഷണത്തിൽ പങ്കാളികളായ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും മഹാരാഷ്ട്ര, ATS, കേന്ദ്ര ഇന്റലിജൻസ്, റെയിൽവേ അടക്കം സഹകരിച്ച മറ്റ് ഏജൻസികളെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. എലത്തൂർ ട്രെയിൻ തീവെപ്പിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ആശ്വാസ സഹായം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പരിക്കേറ്റവർക്ക് സൌജന്യ ചികിത്സ നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. രത്നഗിരിക്കടുത്ത ഖേദ് റെയിൽവേ സ്റ്റേഷനിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ഷാരൂഖിനെ നാട്ടുകാരാണ് രത്നഗിരിയിലെ ആശുപത്രിയിൽ എത്തിച്ചത്. ആംബുലൻസ് വിളിച്ചാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് വിവരം. പ്രതി ഷാരൂഖിനെ കേരള പോലീസിന് കൈമാറി. മകൻ കുറ്റക്കാരനാണെങ്കിൽ ഉറപ്പായും ശിക്ഷിക്കപ്പെടണമെന്ന് ഷാരൂഖിന്റെ പിതാവ് പറഞ്ഞു. മാർച്ച് 31-ന് ഷാരൂഖിനെ വീട്ടിൽ നിന്ന് കാണാതാകുമ്പോൾ താൻ വീട്ടിലുണ്ടായിരുന്നില്ല. മകനെ കാണാനില്ലെന്ന് ഞായറാഴ്ച പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും ഷാരൂഖിന്റെ പിതാവ് പറഞ്ഞു. അതേസമയം ഉത്തരമേഖല ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം തീവെപ്പുണ്ടായ ട്രെയിനിന്റെ ബോഗികളിൽ പരിശോധന നടത്തി. അശ്വിൻ വല്ലത്തിന്റെ റിപ്പോർട്ട്. മഹാരാഷ്ട്ര ATSന്റെ പിടിയിലായ ഷാരൂഖ് സൈഫിയെ കേരള പോലീസിന് കൈമാറിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം മഹാരാഷ്ട്രയിലെത്തി ഷാരൂഖ് സൈഫിയെ ഏറ്റുവാങ്ങി. നാളെ തന്നെ കോഴിക്കോട്ടെ കോടതിയിൽ ഷാരൂഖ് സൈഫിയെ ഹാജരാക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പദ്ധതി. ഇയാൾക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ പരിക്ക് പറ്റിയത് നേരത്തെയുണ്ടായ ആക്രമണത്തിൽ മാത്രമല്ല. ആക്രമണത്തിൽ ഇയാൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. പക്ഷേ അതിന് പിന്നാലെ ഇന്നലെ ഖേദ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങുന്ന സമയത്ത് ഇയാൾക്ക് പരിക്ക് പറ്റിയെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ പരിക്ക് കണ്ട നാട്ടുകാരാണ് ഇയാളെ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിക്കുന്നത്. പിന്നീട് രത്നഗിരി ആശുപത്രിയിൽ വെച്ച് ഇയാളുടെ ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആവുകയും അതിന്റെ സിഗ്നൽ ഈ ATSന് നേരത്തെ തന്നെ ഷാരൂഖ് സൈഫിയുടെ മൊബൈൽ ഫോണുകൾ ATS ട്രാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ATSന് അത് ലഭിക്കുകയും അങ്ങനെയാണ് രത്നഗിരിയിൽ ഷാരൂഖ് സൈഫി ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്നത്. പിന്നീട് അവിടെ ആശുപത്രിയിലേക്ക് ATS സംഘം എത്തുമ്പോഴേക്ക് അയാൾ അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഇയാളെ പിടികൂടുകയായിരുന്നു. തുടർന്നുണ്ടായ പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. ഇയാൾക്ക് ഇവിടെ നിന്ന് കടന്നുകളയാൻ, രത്നഗിരിയിൽ നിന്ന് കടന്നുകളയാൻ തന്നെയായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത്. പക്ഷേ അത് എങ്ങോട്ടേക്ക് പോകാനായിരുന്നു പദ്ധതി, മറ്റാരുടെയെങ്കിലും സഹായമുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തതയില്ല. മാർച്ച് 31-നാണ് ഷാരൂഖ് സൈഫിയെ കാണാനില്ല എന്നുള്ള പരാതി ഷാരൂഖിന്റെ പിതാവ് ഡൽഹിയിലെ പോലീസ് സ്റ്റേഷനിൽ നൽകുന്നത്. ഈ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ ഈ സംഭവം ഷാരൂഖ് സൈഫി എന്നൊരാളാണ് ആക്രമണം നടത്തിയത് എന്നുള്ള സൂചന ലഭിച്ചതിനെ തുടർന്ന് നോയിഡയിലും അതേപോലെ തന്നെ UPയിലും ഒക്കെ തന്നെ വലിയ രൂപത്തിലുള്ള പരിശോധന UP ATSന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അവർ ഷാരൂഖ് സൈഫി എന്ന പേരുള്ള പലരെയും ലൊക്കേറ്റ് ചെയ്തെങ്കിലും ഇങ്ങനെ ഒരാൾ മിസ്സായിട്ടുണ്ട്, ഒരു മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ഷാരൂഖിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെയൊക്കെ ചോദ്യം ചെയ്തു. പക്ഷേ അവരൊക്കെ നൽകിയ സൂചനകൾ ഷാരൂഖ് ഇതുവരെയും ഡൽഹി വിട്ട് പുറത്തുപോയിട്ടുള്ള ആളല്ല എന്നുള്ള നിലക്കായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ തന്നെ ഇത് ഷാരൂഖിന് 6 മൊബൈൽ ഫോണുകളുണ്ട് എന്നൊക്കെയുള്ള നിലയ്ക്കുള്ള സൂചനകൾ ലഭിക്കുന്നു. മാത്രമല്ല ഷാരൂഖിന്റേതായിട്ട് ലഭിച്ച ബാഗിൽ നിന്നുള്ള
ഒരു മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണിൽ സിം കാർഡ് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിന്റെ EMI നമ്പർ ട്രാക്ക് ചെയ്തതിലൂടെ തന്നെ ഇത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഫോണാണ് എന്നുള്ള മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള സൂചനകൾ ലഭിക്കുകയും ചെയ്തു. ആ ഫോണാണെങ്കിൽ ഏറ്റവും അവസാനം സ്വിച്ച് ഓഫ് ആയിട്ടുള്ളതും ഡൽഹിയിൽ വെച്ച് തന്നെയാണ്. അത് ഷാരൂഖിനെ കാണാതായ 31-ാം തീയതിയാണ് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുള്ളതും. അങ്ങനെയാണ് ഇത് ഷാരൂഖ് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നത്. പക്ഷേ പിന്നീട് മറ്റു ഫോൺ നമ്പറുകൾ നിരന്തരം കേന്ദ്ര ഇന്റലിജൻസും അതേപോലെ തന്നെ ATS ഒക്കെ ട്രാക്ക്